ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നതായി റിപ്പോർട്ടുകൾ. ഇടക്കാല സർക്കാരിന്റെ നയങ്ങളോട് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് സൈനിക മേധാവിയായ വക്കറുസമൻ. തെരഞ്ഞെടുപ്പ് നടത്തുവാൻ യൂനൂസ് സർക്കാർ വൈകുന്നതും മ്യാൻമറിലെ റാഖൈനിൽ സഹായമെത്തിക്കുവാൻ ഇടനാഴി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സൈനിക മേധാവിയുടെ പരസ്യ പ്രതികരണത്തിലേക്ക് നയിച്ചത്. ബുധനാഴ്ച ധാക്കയിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കവേ വിവാദമായ റാഖൈൻ ഇടനാഴി എന്ന ആശയം സൈനിക മേധാവി തള്ളിക്കളഞ്ഞു. ഇതോടെ മ്യാൻമറിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന റാഖൈൻ പ്രവിശ്യയിലേക്ക് സഹായം എത്തിക്കാനായി വിഭാവനം ചെയ്ത പദ്ധതിയിൽ നിന്ന് ബംഗ്ലാദേശ് പിന്മാറിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇടക്കാല സർക്കാരിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിർ ഹുസൈൻ UN നിർദ്ദേശിച്ച റാഖൈൻ ഇടനാഴിക്ക് ഇടക്കാല സർക്കാർ അംഗീകാരം നൽകിയെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സൈനിക മേധാവി ഇതിനെ എതിർത്തത്. ഉപാധികളോടെയാണ് UN നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയതെന്ന് തൗഹിർ ഹുസൈൻ പറഞ്ഞെങ്കിലും എന്താണ് ആ ഉപാധികളെന്ന് വ്യക്തമാക്കിയില്ല. US താൽപര്യങ്ങൾക്ക് വഴങ്ങി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താതെ അധികാരത്തിൽ തുടരുവാനുള്ള ശ്രമമാണ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസ് നടത്തുന്നതെന്നടക്കമുള്ള വിമർശനങ്ങൾക്കിടെയാണ് സൈനിക മേധാവി പദ്ധതിയെ എതിർത്ത് രംഗത്ത് വന്നത്. പരമാധികാരത്തിന് ഹാനികരമായ ഒരു പ്രവർത്തനത്തിനും ബംഗ്ലാദേശ് സൈന്യം ഒരിക്കലും ഇടപെടില്ല, ആരെയും അതിന് അനുവദിക്കുകയുമില്ല. ഏത് നടപടിയും ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ളതായിരിക്കണം. എന്ത് ചെയ്താലും അതിന് രാഷ്ട്രീയ സമവായം ഉണ്ടാക്കണമെന്ന് വക്കറുസമൻ പറഞ്ഞു. ഇതിനു പുറമെ രാജ്യത്ത് നേരത്തെ തിരഞ്ഞെടുപ്പ് നടത്തുവാനും സൈനിക കാര്യങ്ങളിൽ ഇടപെടുന്നത് നിർത്തുവാനും വക്കറുസമൻ ഇടക്കാല സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. റാഖൈൻ ഇടനാഴി പദ്ധതി പോലുള്ള പ്രധാന വിഷയങ്ങളിൽ സൈന്യത്തെ കാര്യങ്ങൾ അറിയിക്കണമെന്നും സൈനിക മേധാവി ആവശ്യപ്പെട്ടു. ഡിസംബറോടെ രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മാത്രമേ രാജ്യത്തിന്റെ ഗതി നിർണയിക്കാനാവൂവെന്നും അദ്ദേഹം പറഞ്ഞുവെച്ചു. സൈനിക മേധാവി പരസ്യമായി എതിർത്തതോടെ പദ്ധതിയിൽ നിന്ന് ഇടക്കാല സർക്കാർ പിന്മാറുകയാണെന്നാണ് സൂചന. സർക്കാർ ഒരു കക്ഷിയുമായും ഇടനാഴിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്നും ഭാവിയിൽ അങ്ങനെ ചെയ്യില്ലെന്നും വ്യക്തമാക്കി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാൻ പിന്നാലെ രംഗത്ത് വന്നു.